സഹായിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു അസുരൻ പിറന്നു, ശാംപരൻ എന്ന് പറയുന്ന ഒരു അസുരൻ. ഈ അസുരനെ വധിക്കുവാൻ വേണ്ടി വളരെ ശ്രമകരമായിരുന്നു. അതിലേക്ക് നേമിയെ ക്ഷണിക്കാൻ തീരുമാനിച്ചു ദേവേന്ദ്രൻ. അങ്ങനെ ക്ഷണിക്കപ്പെട്ട ഈ അതിഥി അങ്ങോട്ട് ചെന്നു, ദേവലോകത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ നേമിയുടെ ഒരു സമരചാതുര്യം പ്രകടിപ്പിച്ചത് ആ ഒരു ശാംബരാസുര വധത്തിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 10 ദിക്കിലേക്കും ഒരേ സമയം തേർത്തെളിച്ച് തന്റെ സാമർഥ്യം പ്രകടിപ്പിച്ചു. ആ യുദ്ധത്തിൽ ശാംബരനെ വധിച്ചു. ദേവന്മാര് ജയിച്ചു. ആത്യന്തികമായ വിജയം ദേവന്മാർക്ക് തന്നെ ഉള്ളതാണ്. അതിന് സഹായിച്ച നേമിക്ക് 10 ദിക്കിലേക്കും തേർത്തെളിച്ചത് കൊണ്ട്, ഇത്രയും ധിഷണാവൈഭവം പ്രകടിപ്പിച്ചത് കൊണ്ട് ബ്രഹ്മാവിനാൽ കൽപ്പിക്കപ്പെട്ട നാമമാണെന്ത്? ദശരഥൻ എന്നുള്ളത്. അത് കഥയിൽ പറയുന്നു. ഇനി നമ്മളുടെ ജീവിതവുമായിട്ട് അതിനെ ഒന്ന് തട്ടിച്ചു നോക്കുകയാണെങ്കിൽ, രഥം എന്നാൽ ശരീരം എന്നാണ് അർത്ഥം. ദശരഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 10 ശരീരം എന്നോ? അല്ല, 10 ഇന്ദ്രിയങ്ങളുള്ള നമ്മുടെ ശരീരത്തിന്റെ പേരാണെന്ത്? ദശരഥൻ എന്ന് പറയണത്. കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക് തുടങ്ങിയിട്ടുള്ള 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, നമ്മുടെ 2 കൈകൾ, കാലുകൾ, പായു, ഉപസ്ഥം, വാക്ക് തുടങ്ങിയിട്ടുള്ള ഇന്ദ്രിയങ്ങള്, പഞ്ചകർമ്മേന്ദ്രിയങ്ങള്. അതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ, പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും കൂടി കൂട്ടിയാൽ 10 ഇന്ദ്രിയങ്ങളുടെ ഒരു രഥമാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ശരീരം. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ശരീരത്തിന്റെ പേരെന്താ? ദശരഥൻ. അപ്പൊ രാമന്റെ പിതാവായിട്ട് അവിടെ രംഗപ്രവേശനം ചെയ്യുന്ന ആളാരാ? നമ്മുടെ ശരീരം. അപ്പൊ രാമൻ എവിടെ ജനിക്കണം? ഈ ശരീരം മാത്രം പോരല്ലോ, ഇതിന് 3 കർമ്മഭാവങ്ങളുണ്ട്.